സംസ്കാര ചടങ്ങുകൾ ആ നിലയ്ക്ക് തന്നെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നടന്നു വരികയാണ്. ഇതോടൊപ്പം തന്നെ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിവിധ പോയിന്റുകൾ, ഒരു 6-7 പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. ഈ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ ഈ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവരെ കിട്ടുന്നതിനുള്ള സാധ്യത ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പലരും അതിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരഞ്ഞിട്ട് കാര്യമായ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നേരത്തെ ഈ രക്ഷാപ്രവർത്തകരും റെസ്ക്യൂ ടീമും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇനി ഏതെങ്കിലും വീടുള്ള സ്ഥലങ്ങളിൽ തിരയാൻ ആണെങ്കിൽ അവിടെയൊക്കെ 40 അടിയോളം ഉയരത്തിൽ മണ്ണും കല്ലും ഒക്കെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇപ്പോൾ JCB ആണെങ്കിൽ കൂടുതൽ JCB മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് കൂടുതലായി ആ ഒരു റിസൾട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 100 കണക്കിന് പേരെ കാണാൻ ഉണ്ട്. അതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരച്ചിലാണ്. വിവിധ വിഭാഗങ്ങൾ നേതൃത്വം നടക്കുന്ന തെരച്ചിലാണ്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഈ മേപ്പാടി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അവിടേക്ക് മൃതദേഹം എത്തിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്.